സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിലെ എക്സസൈസ് 6.3 12th ക്വസ്റ്റ്യൻ മുതലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 12, പേജ് നമ്പർ 141, ക്വസ്റ്റ്യൻ നമ്പർ 12. Sides AB and BC and median AD of a triangle ABC are respectively proportional to sides PQ, QR and median PM of triangle PQR. Show that triangle ABC similar to triangle PQR. ഇതാണ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിക്കണോട്ടോ. ട്രയാങ്കിൾസിൻ്റെ പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ ക്വസ്റ്റ്യൻ വായിച്ച് അതിൽ തന്നിട്ടുള്ള എന്താണെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം. അത് ഉപയോഗിച്ചിട്ടാണ് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഫിഗർ ഞാൻ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഒരു ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫിഗർ ABC, വേറൊരു ട്രയാങ്കിൾ PQR, ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ് തന്നിട്ടുള്ളത്? AD എന്ന് പറയുന്ന ഒരു മീഡിയൻ, അതുപോലെ PM ഈസ് ദ അനദർ മീഡിയൻ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ് AD. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡിങ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. അപ്പോൾ AD എന്ന് പറഞ്ഞ ലൈൻ BCനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. മനസ്സിലാക്കണം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. എന്താണ്? ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മീഡിയൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആണ്. അതേപോലെ തന്നെ PM മീഡിയൻ ആണെങ്കിൽ QMഉം MRഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? മീഡിയൻ വിൽ ഡിവൈഡ് ദ ട്രയാങ്കിൾ സൈഡ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും വരിക. അത് മനസ്സിലാക്കി വയ്ക്കണം. മീഡിയൻ എന്ന് പറയുമ്പോൾ ഉടനെ അതാണ് അതിൻ്റെ ഹിൻ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഷോ ദാറ്റ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളും പിന്നെ ഏതാ PQR എന്ന് പറഞ്ഞ രണ്ടാമതൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്താണ്? നല്ലോണം വായിച്ചു നോക്കൂ. AB, BC ആൻഡ് മീഡിയൻ AD ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സൈഡ് AB, സെക്കൻഡ് സൈഡ് BC, തേർഡ് സൈഡ് AD. അത് ഏതിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ, ഈക്വൽ അല്ല പ്രൊപ്പോർഷണൽ, റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു സൈഡ്സ് ഏതാ? PQ, QR ആൻഡ് മീഡിയൻ PM എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. AB എന്ന് പറഞ്ഞ സൈഡും PQ എന്ന് പറഞ്ഞ സൈഡും അതുപോലെ AD എന്ന് പറയുന്ന മീഡിയനും PM എന്ന് പറയുന്ന മീഡിയനും പിന്നെ പറയുന്ന മറ്റൊരു സൈഡ് ഏതാ? BC എന്ന് പറയുന്ന സൈഡ് അല്ലേ. BC എന്ന് പറഞ്ഞ ടോട്ടൽ സൈഡും അതുപോലെ ഏതാ? QR എന്ന് പറയുന്ന ടോട്ടൽ സൈഡ്. ഈ രണ്ട് സൈഡ്സ് കേട്ടോ, BC അതുപോലെ ഏതാ? QR. ഈ 3 സൈഡ്സും സെയിം റേഷ്യോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് കറസ്പോണ്ടിങ് സൈഡ്സ് എന്നറിയാനായിട്ട് ഇത് രണ്ടും കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് അല്ലേ. ഈ രണ്ട് സൈഡ് കേട്ടോ, AB അതുപോലെ ഏതാ? PQ. ഈ രണ്ട് സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. അതേപോലെ തന്നെ പിന്നെയുള്ള സൈഡ്സ് ഏതാ? സെയിം റേഷ്യോ. AD അതുപോലെ ഏതാ? PQ. ഇത് സെയിം റേഷ്യോ ആണ്, AD/PQ, PM ആക്ച്വലി. നെക്സ്റ്റ് ഏതാ? BC എന്ന് പറയുന്ന ടോട്ടൽ സൈഡും പിന്നെ ഏതാ? QR എന്ന് പറയുന്ന സൈഡും. ഈ 3 സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണോ തന്നിട്ടുള്ളത് അത് നമുക്ക് ആദ്യം എഴുതാം. ഏതൊക്കെ സൈഡ്സ് ആ സെയിം റേഷ്യോ? ആദ്യം പറയണു AB ഡിവൈഡഡ് ബൈ PQ ഈസ് ഈക്വൽ ടു, അടുത്തത് BC ഡിവൈഡഡ് ബൈ QR ഈസ് ഈക്വൽ ടു, നെക്സ്റ്റ് സൈഡ് ഏതാ പറഞ്ഞിട്ടുള്ള? മീഡിയൻ അല്ലേ, AD ഡിവൈഡഡ് ബൈ PM. ഈ 3 സൈഡ്സും സെയിം റേഷ്യോ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഹിൻറ്റ്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാനായിട്ട്? ഈ രണ്ട് ടോട്ടൽ ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കറിയാം 3 ക്രൈറ്റീരിയ ആണ് നമ്മുടെ കയ്യിൽ മെയിൻ ആയിട്ടുള്ളത്. AA, AAA ഒരുമിച്ച് പറയുകയാണെങ്കിൽ 3 ക്രൈറ്റീരിയ എന്ന് പറയാം അല്ലേ. ഒന്നുകിൽ AA ക്രൈറ്റീരിയ, രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് പ്രൂവ് ചെയ്യണം. അതും അല്ലെങ്കിൽ SAS, രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഇൻ ബിറ്റ്വീൻ അത് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ്. ഏത് പ്രോപ്പർട്ടി? SAS ക്രൈറ്റീരിയ. ഇതുമല്ലാതെ മൂന്നാമതൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് SSS എന്ന് പറഞ്ഞാൽ all the 3 sides are in the same ratio. 3 corresponding sides are in the same
റേഷ്യോ. അങ്ങനെയാണെങ്കിലും ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഇതിലേത് പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ ഈ തന്നിട്ടുള്ള 3 സൈഡ്സ് നമുക്ക് വേണ്ട ട്രയാങ്കിളിൻ്റെ സൈഡ്സ് അല്ല. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എ ബി ബി സി അതുപോലെ എ സി ആണ് വേണ്ടത്. പക്ഷെ എ സി അല്ല അവർ തന്നിട്ടുള്ള ഏതാ, മീഡിയൻ എ ഡി ആണ് തന്നിട്ടുള്ളത്, വിച്ച് ഈസ് നോട്ട് നീഡഡ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ സൈഡായിരുന്നു, പക്ഷെ അത് തരുന്നതിന് പകരം ഏതാ തന്നെ, എ ഡി ആണ്. അതുപോലെ തന്നെ ഇവിടെ പി ആർ എന്നതിന് പകരം ഏതാ തന്നിട്ടുള്ളത്, പി എം ആണ്. അങ്ങനെയാണെങ്കിൽ എസ് 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 എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. 3 സൈഡ്സ് നമുക്ക് സെയിം റേഷ്യോ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം മൂന്നാമതൊരു സൈഡ് സെയിം റേഷ്യോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ എസ് 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 എന്ന് പറയുന്നത് നമ്മുടെ ക്രൈറ്റീരിയ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയറായി. നെക്സ്റ്റ് ഏതാ, ഡബിൾ എ ക്രൈറ്റീരിയ. അതിന് വേണ്ടിയിട്ട് 2 ആംഗിൾ നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടണം. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ഒരു ആംഗിളും തന്നിട്ടില്ല അല്ലേ. അപ്പോൾ അതും നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എസ് എ എസ് ക്രൈറ്റീരിയ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എ ബി എന്ന് പറഞ്ഞ സൈഡും പി ക്യു എന്ന് പറഞ്ഞ സൈഡും സെയിം റേഷ്യോ ആണ്. ഐ മീൻ ആ സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും ക്യു ആർ എന്ന് പറയുന്ന സൈഡ് അല്ലേ, ഈ 2 കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ ആണ്. ഏതൊക്കെയാ, എ ബി പി ക്യു, ബി സി ക്യു ആർ, ഈ 2 സൈഡ്സ് സെയിം റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ് ആ 2 സൈഡ്സ് സെയിം റേഷ്യോ കിട്ടി, 2 സൈഡ്സ് സെയിം റേഷ്യോ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഉണ്ട് അല്ലേ, ആംഗിൾ ഇൻ ബിറ്റ്വീൻ ദീസ് 2 സൈഡ്സ്, അത് നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ, എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഏത് ക്രൈറ്റീരിയ ആണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, എസ് എ എസ് ആണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടി. ഓക്കെ, നമുക്കിനി ഈ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് എങ്ങനെയാലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട് എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈസ് ഈക്വൽ ടു എ ഡി ബൈ ക്യു പി എം. ദിസ് ഈസ് വാട്ട് ഗിവൺ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ എ ബി ബൈ പി ക്യു അതുപോലെ തന്നെ എഴുതി, ബി സിനെ വേണമെങ്കിൽ ബി സി എന്ന് പറയുന്നത് ബി ഡിയുടെ ഡബിൾ ആണെന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞു ഈ 2 സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെ ഡബിൾ ആയിരിക്കും ഏത്, ബി സി എന്ന് പറയുന്നത്. അത് മീഡിയൻ ആകുമ്പോൾ ഈ 2 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഒരു സൈഡ് ടോട്ടലിൻ്റെ ഹാഫാണ്. തിരിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഏത്, ബി സി. അപ്പോൾ ബി സിക്ക് പകരം വേണമെങ്കിൽ എന്ത് എഴുതാം, 2BD എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ബി ഡിയുടെ ഡബിൾ ആണ് ബി സി. ഇതേപോലെ തന്നെ ക്യു എമ്മിൻ്റെ ഡബിൾ ആണ് ഏത്, ക്യു ആർ. അപ്പോൾ ക്യു ആറിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 2 ഇൻറ്റു ക്യു എം എന്ന് എഴുതാം. ശരിയല്ലേ, ക്യു എമ്മിൻ്റെ ഡബിൾ ആണ് ക്യു ആർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഡി ബൈ പി എം. അതുപോലെ തന്നെ എഴുതി. തേർഡ് സൈഡ് ചെയ്തത് എന്താ, സെക്കൻഡ് സൈഡിനെ ഒന്ന് മാറ്റി എഴുതി, ബി ഡിയുടെയും ക്യു എമ്മിൻ്റെയും ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഡബിൾ ഓഫ് ബി ഡി ആൻഡ് ഡബിൾ ഓഫ് ക്യു എം അങ്ങനെ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു, നമുക്കറിയാം മുകളിലും അടിയിലും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ വന്നാൽ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. സോ 2 ക്യാൻ ബി ക്യാൻസൽഡ്. ഈ 2 ക്യാൻസൽ ചെയ്തുകൊണ്ട് റേഷ്യോ ചേഞ്ച് ചെയ്യൊന്നുമില്ല. നമുക്കറിയാം കോമൺ ആയിട്ടൊരു നമ്പർ കട്ട് ചെയ്ത് പോയാലും ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും റേഷ്യോന് ചേഞ്ച് വരില്ല. സോ ഇറ്റ് വിൽ റിമൈൻ ബി ഡി ബൈ ക്യു എം. അതുപോലെ തന്നെ എഴുതി, 2 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എ ഡി ബൈ പി എം എന്ന് കിട്ടി. ഇനി നോക്കൂ, ഈ 3 സൈഡ്സ് ഏത് ട്രയാങ്കിളിൻ്റെ ആണെന്ന് നമുക്ക് നോക്കാം. നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എ ബി അതുപോലെ ഏതാ പി ക്യു, നെക്സ്റ്റ് ഏതാ ബി ഡി അതുപോലെ ഏതാ ക്യു എം, നെക്സ്റ്റ് ഏതാ എ ഡി, പിന്നെ ഏതാ പി എം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയാം അല്ലേ ട്രയാങ്കിളിൻ്റെ. അതുപോലെ ഇതും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് ഹാഫാണ് അല്ലേ, ഹാഫ് ഓഫ് ദ പോർഷനാണ്. ഹാഫ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട്, ഹാഫ് എന്നല്ല ഫസ്റ്റ് പാർട്ട് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് പാർട്ടും, അതായത് എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളും പി ക്യു എം എന്ന് പറഞ്ഞ 2 ട്രയാങ്കിൾസിൻ്റെ പാർട്സ് ആണ് ഏത്, സൈഡ്സ് ആണ് ഏത്, എ ബി ബി ഡി എ ഡി, പി ക്യു ക്യു എം പി എം എന്ന് പറയുന്നത് ഈ 2 ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആണ്. നമുക്ക് നോക്കിയാൽ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും എന്താണെന്ന് നിങ്ങൾക്ക് പറയാം, സിമിലർ ആണെന്ന് പറയാം. എന്താണ് കാരണം, ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും സെയിം റേഷ്യോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം
ഏത് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുന്നത്? SSS ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം ട്രയാങ്കിൾ ABD സിമിലർ ടു ട്രയാങ്കിൾ PQM. ഏത് ക്രൈറ്റീരിയ? ട്രിപ്ലസ് അല്ലേ? SSS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പറയാം. ആ ചെറിയ ട്രയാങ്കിൾസ് രണ്ടെണ്ണം ഉണ്ടോ സിമിലർ ആണെന്ന് പറയാം. നോക്കൂ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ ആണ് ഇത് ആംഗിൾ 1 എന്ന് വിചാരിക്കാം, ഇത് ആംഗിൾ 2 എന്ന് പറയാം. എളുപ്പത്തിന് 1, 2 എന്ന് കൊടുക്കാം. അപ്പോൾ ആംഗിൾ 1 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 2. ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ ബി ആണ്, ആംഗിൾ 2 എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അത് നമുക്കറിയാം, ബിയും ക്യൂവും കണ്ട കറസ്പോണ്ടിങ് ആംഗിൾ അല്ല വരുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു പേര് കൊടുത്തു എന്ന് മാത്രം. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് പറയാം. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആവും. ഇനി നോക്കൂ, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഇനി നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം ABC അതുപോലെ PQR എന്ന് പറഞ്ഞ ടോട്ടൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ ആണെന്ന്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം രണ്ട് സൈഡ്സ്. ഏതൊക്കെ സൈഡ്സാ? AB by PQ is equal to which are the sides given? BC by QR. ഇത് രണ്ടും നമുക്ക് ഓൾറെഡി അറിയാം കേട്ടോ. ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് നമുക്കറിയാം. ഇനി അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ അല്ലേ ആംഗിൾ 1 ആംഗിൾ 2 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡ്സും അതിൻ്റെ ഇൻക്ലൂഡിങ് ആംഗിൾ എന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ ആംഗിൾ ഇൻ ബിറ്റ്വീൻ. അതേതാ? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. അതായത് രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ഏത് പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാം? ട്രയാങ്കിൾ, വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ ABC similar to triangle PQR by which criteria? SAS criteria. SAS എന്ന് പറയാനായിട്ടുള്ള കാരണം AB by PQ BC by QR എന്ന് പറഞ്ഞാൽ two corresponding sides are in the same ratio and angle in between these two sides, that is angle 1 and angle 2 അല്ലേ, അത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് രണ്ട് ട്രയാങ്കിൾസ് എന്താന്ന് പറയാം? സിമിലർ ആണെന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് ടോട്ടൽ ട്രയാങ്കിൾസ് ആണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഈ ചെറിയ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് SAS ഉപയോഗിച്ച് ടോട്ടൽ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇങ്ങനെ വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. Question number 30. D is a point on the side BC of a triangle ABC such that angle ADC is equal to angle BAC. Show that CA square is equal to CB into CD. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. 13th ക്വസ്റ്റ്യൻ. ഫിഗർ തന്നിട്ടില്ലേ, നമുക്ക് വരയ്ക്കണം കേട്ടോ. ആദ്യം എങ്ങനെയാണ് ഫിഗർ വരയ്ക്കാൻ നോക്കൂ. D is a point on the side BC of a triangle ABC. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ. സിംപ്ലി ഡ്രോ എ ട്രയാങ്കിൾ ABC. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറഞ്ഞത്? D is a point on BC. D എന്ന് പറഞ്ഞ പോയിന്റ് BCയുടെ മുകളിലാണ് കിടക്കുന്നത് അല്ലേ. സോ D is a point. എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം കേട്ടോ. D എന്ന് പറഞ്ഞ ഒരു പോയിന്റ് BCയിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം. സോ D is a point on BC. ഓക്കെ, D എന്ന് പറഞ്ഞൊരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്തു. മിഡ് പോയിന്റ് എന്നൊന്നും തന്നിട്ടില്ല, വെറുതെ എവിടെയെങ്കിലും ഒരു പോയിന്റ് D എന്ന് മാർക്ക് ചെയ്യാം. ആംഗിൾ ADC is equal to BAC. ADC എന്ന് പറഞ്ഞ ആംഗിൾ വേണമെങ്കിൽ നമ്മൾ A എന്ന് Dയിലേക്ക് ജോയിൻ ചെയ്യണം അല്ലേ. അപ്പോഴാണ് ADC എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ കിട്ടുക. ഇതാണ് തന്നിട്ടുള്ള ആംഗിൾ ADC is equal to ആംഗിൾ BAC. BAC എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ ആണ് കേട്ടോ. BAC എന്ന് പറഞ്ഞ ആംഗിളേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളും ഈ ടോട്ടൽ ആംഗിൾ എയും ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഷോ ദാറ്റ് CA സ്ക്വയർ, എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇതിലാണ് ക്ലൂ. CA സ്ക്വയർ is equal to CB into CD. CB into
സി ഡി. ഡോട്ട് ഇട്ടാൽ ഇൻറ്റു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സി ബി ഇൻറ്റു സി ഡി. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇതിൽ തന്നെ ഹിൻ്റ് ഉണ്ട്. എന്താണ് നമുക്ക് ഹിൻ്റ് എന്ന് അറിയും? സി എ സ്ക്വയർ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഈ ട്രയാങ്കിളിൽ വരുന്നുണ്ട്, സ്ക്വയർ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. എന്താണ് ഇതിൻ്റെ ഹിൻ്റ്? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സി എ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ നിങ്ങൾ ലോജിക്കലി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സി എ സ്ക്വയർ കിട്ടണമെങ്കിൽ സി എ ഇൻറ്റു സി എ എന്ന് വന്നാലാണ് സി എ സ്ക്വയർ കിട്ടുക അല്ലേ. സി എ സ്ക്വയർ കിട്ടണമെങ്കിൽ സി എ ഇൻറ്റു സി എ എന്ന് കിട്ടണം. അത് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ സി എ സ്ക്വയർ കിട്ടുക. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണ് അല്ലേ. അതേപോലെ സി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി എ ഇൻറ്റു സി എ ആണ്. ഇനി സി എ ഇൻറ്റു സി എ എന്ന് വരണമെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ സ്റ്റെപ്സ് ആണ് നമ്മൾ ആലോചിക്കുന്നത് കേട്ടോ. അങ്ങനെ വരണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഫോമിലായിരിക്കും സി എ വന്നിട്ടുണ്ടാവുക. അങ്ങനെ ലോജിക്കലായിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സി എ ബൈ ഇവിടെ ഏതെങ്കിലും ടേം ഉണ്ടാവാം, ഇവിടെ ഏതെങ്കിലും ഒരു ടേം ഉണ്ടാവാം, ഡിവൈഡഡ് ബൈ സി എ. ഇങ്ങനെ വന്നപ്പോഴായിരിക്കും ഈ സി എ ഇൻറ്റു സി എ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? സി എ ഇൻറ്റു സി എ എന്ന് കിട്ടുക. അതായിരിക്കും എന്തായിട്ട് വരിക? സി എ സ്ക്വയർ വരിക. മനസ്സിലാക്കേണ്ടത് ഇതാണ്. സി എ സ്ക്വയർ വരുന്നുണ്ടെങ്കിൽ അത് സി എ ഇൻറ്റു സി എ എന്നുള്ള ഫോമിലായിരിക്കും. ആ സി എ ഇൻറ്റു സി എ വരുന്നത് എപ്പോഴാണ്? ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലും വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സി എ ഇൻറ്റു സി എ വരിക. ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി ആലോചിക്കുക, ഇത്ര ആലോചിച്ചാൽ മതി. ഈ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ അല്ലേ ആക്ച്വലി 1 2 ദെൻ ടോട്ടൽ ട്രയാങ്കിൾ വി ഹാവ് 3 ട്രയാങ്കിൾസ് അല്ലേ. 3 ട്രയാങ്കിൾ ഉണ്ടെന്ന് പറയാം. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ, ഒന്ന് റൈറ്റ് സൈഡിൽ, ഒന്ന് ടോട്ടൽ ട്രയാങ്കിൾ. ഇങ്ങനെ 3 ട്രയാങ്കിൾസ് ഇതിലുണ്ട് എന്ന് പറയാം. മനസ്സിലാക്കേണ്ടത് ഈ 3 ട്രയാങ്കിൾസിലെ 2 ട്രയാങ്കിൾസിൽ സി എ സൈഡായിട്ട് വരുന്നുണ്ട്. പറയാൻ പറ്റൂ ഏതൊക്കെ ട്രയാങ്കിൾ ആണെന്ന്? സി എ സൈഡായി വരുന്ന ഒരു ട്രയാങ്കിൾ അല്ല, 2 ട്രയാങ്കിൾ ഉണ്ട്. അതാണ് ഇതിലെ ക്ലൂ എന്ന് പറയുന്നത്. ഏതൊക്കെ ട്രയാങ്കിളിലാണ് സി എ സൈഡായിട്ട് വരുന്നത്? അതാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫിഗറിലേക്ക് നോക്കിയാൽ ഈസി ആയിട്ട് അറിയാം. സി എ സൈഡായി വരുന്ന ഒരു ട്രയാങ്കിൾ ഞാനിവിടെ മാർക്ക് ചെയ്യാം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സി എ സൈഡായി വരുന്ന ഒരു ട്രയാങ്കിൾ നോക്കൂ. സി എ സൈഡായി വരുന്ന ട്രയാങ്കിൾ ഏതാ? എ ഡി സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ. അതിൻ്റെ സൈഡ് ഏതാ? സി എ. ശരിയല്ലേ? അപ്പോൾ ഈ റൈറ്റിൽ കാണുന്ന ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് ഏതാ? സി ആണ്. അപ്പോൾ സി എ സൈഡായി വരുന്ന ഒരു ട്രയാങ്കിൾ എനിക്ക് കിട്ടി. ഇനി ഒരു ട്രയാങ്കിളും കൂടി നിങ്ങൾക്ക് സി എ സൈഡായി വരുന്നത് ഇതിൽ കാണാനായിട്ട് പറ്റും. അത് ഏത് ട്രയാങ്കിളാണ്? ടോട്ടൽ ട്രയാങ്കിൾ ഏതാ? എ ബി സി. ശരിയല്ലേ? നോക്കൂ, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യും. ടോട്ടൽ ട്രയാങ്കിൾ, അതിൻ്റെ ഒരു സൈഡാണ് ഏത്? സി എ എന്ന് പറയുന്നത്. അപ്പോൾ സി എ സൈഡായി വരുന്ന 2 ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കിട്ടി. ഒന്ന് എ ഡി സി, ഒന്ന് ഏതാ? എ ബി സി. അപ്പോൾ സി എ സൈഡായി വരുന്ന 2 ട്രയാങ്കിൾ കിട്ടി. ഒന്നേതാ? എ ഡി സി, ഒന്നേതാ? എ ബി സി. ഇനി ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ. അങ്ങനെയാണെങ്കിൽ അത് ഈ ഫോമിൽ വരും. ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലും, ബിക്കോസ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും. അപ്പോൾ ആൻസർ സി എ സ്ക്വയർ എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ഓട്ടോമാറ്റിക്കലി വന്നോളും, ആ ടേം അവിടെ വന്നോളും. ഇങ്ങനെ വേണം ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ചെടുക്കാനായിട്ട്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് എക്സസൈസിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്കിത് സ്ക്വയർ വരുന്ന പ്രോബ്ലമൊക്കെ ഇങ്ങനെ ആലോചിക്കണം. എന്താ പറഞ്ഞത്? സി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി എ ഇൻറ്റു സി എ ആണ്. അതിൻ്റെ അർത്ഥം സി എ 2 എണ്ണം വരും. അപ്പോൾ സി എ സൈഡായി വരുന്ന 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയാൽ കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതുമ്പോൾ 2 സി എ വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സി എ സ്ക്വയർ കിട്ടും. ഇങ്ങനെ വേണം ലോജിക്കലായിട്ട് ആലോചിക്കാനായിട്ട്. ഇനി ശരിയാണോ എന്ന് നോക്കി നോക്കാം നമുക്ക് കിട്ടുന്നുണ്ടോ. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരേ ഒരു കണ്ടീഷൻ? എ ഡി സി ഈസ് ഈക്വൽ ടു ബി എ സി അല്ലേ. എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എ സി. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ. എ ഡി സി ഈസ് ഈക്വൽ ടു ബി എ സി. നോക്കൂ, എ ഡി സി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ ആണ്. ബി എ സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എ ആണ് കേട്ടോ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 2 ട്രയാങ്കിൾ എ ബി സി എ ഡി സി ആണ്. അതിൽ ഒരു ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണ്. ഏതൊക്കെ ആംഗിളാണ്?
ഈ ഒരു ആംഗിൾ എ ഡി സിയുടെ ആംഗിളാണ്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ് അല്ലേ. വേണമെങ്കിൽ മനസ്സിലാവാൻ ഞാൻ താഴേക്കൊന്ന് വരയ്ക്കാം സംശയമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് ബി എ സി എന്ന് പറയുന്നത് ഈ ആംഗിൾ കേട്ടോ. നെക്സ്റ്റ് അടുത്ത ട്രയാങ്കിൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഏതാ? എ ഡി സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ഞാൻ താഴേക്ക് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ആംഗിളാണ് എ ഡി സി എന്ന് പറയുന്നത്. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിളിൻ്റെ വൺ പെയർ ഓഫ് ആംഗിൾസ് ഓൾറെഡി ഗിവൺ, ദേ ആർ ഈക്വൽ. ഓക്കെ, ഈ രണ്ട് ആംഗിൾ ഓൾറെഡി ഈക്വൽ ആയിട്ടാണ്. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ നോക്കാം. ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് നോക്കാം. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾ. അതിൽ ഒരു ആംഗിളും കൂടി നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. നോക്കൂ, വേറെ ഏതെങ്കിലും ആംഗിൾ നിങ്ങൾക്ക് ഇതിൽ കാണാനുണ്ടോ? പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇവിടുത്തെ ആംഗിൾ ഏതാ? ആംഗിൾ സി. ഇവിടെയുള്ള ആംഗിൾ ഏതാ? ആംഗിൾ സി. ഇത് രണ്ടിനും ട്രയാങ്കിളിനും കോമൺ ആയി വരുന്ന ആംഗിൾ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നോക്കൂ, എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് ആംഗിൾ സി. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി എന്ന് പറഞ്ഞത് രണ്ടിലും കോമൺ ആണ് അല്ലേ? നോക്കിയാൽ അറിയാം, രണ്ടിലും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ പേര് പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആംഗിൾ 1 എന്ന് കൊടുക്കുകയാണ് കേട്ടോ, പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 1. എന്താണ് കാരണം? ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. ഇവിടെ സി എന്ന് പറഞ്ഞ ആംഗിളിനെ കൊടുത്ത പേരാണ് 1 കേട്ടോ, ഞാനൊരു പേര് കൊടുത്തു എന്ന് മാത്രം. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 1 വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിലുള്ള കോമൺ ആംഗിൾ ആണ് ഇത് കേട്ടോ. ഇതിനാണ് ഞാൻ ആംഗിൾ 1 എന്ന് പേര് കൊടുത്തത്. അപ്പോൾ 1 കോമൺ ആണ് രണ്ടിലും. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിന്ന് കിട്ടിയില്ലേ? ഒരു ആംഗിൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈക്വൽ ആണെന്ന്. ഇപ്പോൾ വേറൊരു പെയർ ഓഫ് ആംഗിൾസും എന്തായി? ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ 2 പെയേഴ്സ് ഓഫ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞ ഏത് ക്രൈറ്റീരിയ? ഡബിൾ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഇനി അത് എഴുതുമ്പോൾ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി വരുന്ന തരത്തിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പറയാൻ എളുപ്പമുണ്ടല്ലോ. ട്രയാങ്കിൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സി എ ബി, ഇതാണ് ആദ്യത്തെ ട്രയാങ്കിൾ. സി എ ബി സിമിലർ ടു ട്രയാങ്കിൾ. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ സി തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്? സി ആണ്. കാരണം സി എന്ന് പറഞ്ഞത് കോമൺ ആണ്. സി കഴിഞ്ഞാൽ ഇവിടെ എ ആണ് എടുത്തത്. എക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാ? ഡി ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കേണ്ടത് ഏതാ? ഡി ആണ്. അപ്പോൾ ഞാൻ പേര് പറയുമ്പോൾ സി ഡി എ, അപ്പോഴാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുള്ളൂ. നോക്കൂ, സി എ ബി എന്ന് പറഞ്ഞപ്പോൾ സി ഡി എ എന്ന് പറയുന്നു. ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായി? സിമിലർ ആണ്. എന്ത് ക്രൈറ്റീരിയ നമ്മൾ ഉപയോഗിച്ച്? ഡബിൾ എ ക്രൈറ്റീരിയ. 2 ആംഗിൾസ് ആർ ഈക്വൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് സി എ സ്ക്വയർ ആണ് കേട്ടോ കിട്ടേണ്ടത്. എപ്പോഴും നമ്മുടെ കണ്ണ് അവിടേക്ക് വരണം, സി എ സ്ക്വയറിലേക്ക് നോക്കണം എപ്പോഴും. അപ്പോൾ സി എ സ്ക്വയർ കിട്ടണമെങ്കിൽ സി എ ഇൻറ്റു സി എ. അപ്പോൾ സി എ സൈഡായി വരുന്ന രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നോക്കൂ, സി എ ഇവിടെ എടുത്തു. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് സൈഡ് ഏതാ? സി ഡി അല്ലേ? സി എ വരുന്ന തരത്തിൽ വേണം എടുക്കാനായിട്ട്. സി എ ബൈ സി ഡി ഈസ് ഈക്വൽ ടു, ഇനി എനിക്ക് ഒരു സി എ കൂടി വരണ്ടേ? അത് എവിടുന്ന കിട്ടുക? ഇവിടെ നിന്നാണ് അല്ലേ? സി എ ഇങ്ങനെ എടുത്താലല്ലേ അടുത്ത സി എ കിട്ടുക. അപ്പോൾ ഇവിടെ ഞാൻ ഏതായിരിക്കണം എടുക്കേണ്ട സൈഡ്? സി ബി. എനിക്ക് രണ്ട് സി എ കിട്ടണം. ഒരു സി എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ മതി. അടുത്ത സി എ കിട്ടണമെങ്കിൽ 1 3 1 3 ആ ഓർഡറിൽ എടുക്കണം കേട്ടോ. സോ സി ബി ഡിവൈഡഡ് ബൈ സി എ. 3 കറസ്പോണ്ടിങ് സൈഡ്സ് വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ. ആ 3 എണ്ണം എഴുതണില്ല, നമുക്ക് ആവശ്യമുള്ള 2 എണ്ണം മാത്രം നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ സി എ ബൈ സി ഡി ഈസ് ഈക്വൽ ടു സി ബി ബൈ സി എ എന്ന് കിട്ടി. കണ്ടോ? സി എ സി ഡി സി ബി സി എ, രണ്ട് സി എ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ വരണം. കണ്ടോ, ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഏതാ? ഡിനോമിനേറ്ററിലും ആണ് അല്ലേ? അങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. സി എ ഇൻറ്റു സി എ വിച്ച് വിൽ ബി ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. സി എ ഇൻറ്റു സി എ എന്ന് പറഞ്ഞാൽ ഏതാ? സി എ സ്ക്വയറായി. സി ബി ഇൻറ്റു സി ഡി.
നമുക്ക് ആൻസർ ആയില്ലേ, കണ്ട ഓട്ടോമാറ്റിക്കലി ആ ടേംസ് ഒക്കെ അവിടെ വരും. ഇതാണ് സി എ എന്നുള്ളത് സി എ സ്ക്വയർ കിട്ടുന്ന തരത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ ബാക്കിയുള്ള ടേമുകളൊക്കെ അവിടെ വന്നുകൊള്ളും. അപ്പോൾ ആൻസർ എന്താ വരിക, സി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബി ബൈ സി ഡി എന്ന് കിട്ടി. മനസ്സിലായി? ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഇതിൽ ക്ലൂ എന്ന് പറയുന്നത്, സി എ സ്ക്വയർ കിട്ടണമെങ്കിൽ സി എ ഇൻറ്റു സി എ എന്ന് എടുക്കണം. അപ്പോൾ സി എ സൈഡായി വരുന്ന രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം, സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ സി എ സൈഡായി വരുന്ന രണ്ട് ട്രയാങ്കിൾ നോക്കി അത് സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്തു ഡബിൾ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച്. ഇനി രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ ആവും. അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റീസൺ എന്താ എഴുതാം, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് കേട്ടോ, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ കാരണം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബി ഇൻറ്റു സി ഡി എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 14. സൈഡ്സ് എ ബി ആൻഡ് എ സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആർ respectively proportional to sides PQ and PR and median PM of another triangle PQR. Show that triangle ABC similar to triangle PQR. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു എന്നല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നല്ലോ 12th ക്വസ്റ്റ്യൻ. അത് സെയിം ഫിഗർ ആണ് ഈ ക്വസ്റ്റിന് വേണ്ടി വരിക. നമുക്കറിയാം അതേ കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നത് അല്ലേ. എന്താണ് പറയുന്നത്, സൈഡ്സ് എ ബി എ സി ആൻഡ് മീഡിയൻ എ ഡി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആർ റെസ്പെക്റ്റീവ്ലി പ്രൊപ്പോർഷണൽ ടു പി ക്യു പി ആർ ആൻഡ് പി എം മീഡിയൻ പി എം ഓഫ് അനദർ ട്രയാങ്കിൾ പി ക്യു ആർ. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ഒന്ന് എ ബി സി, ഒന്ന് ഏതാ പി ക്യു ആർ. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ് എ ഡി, രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ് പി എം. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ 12th ക്വസ്റ്റ്യൻ്റെ അതേ ഫിഗർ തന്നെയാണ് ഇവിടെ വരിക കേട്ടോ. അപ്പോൾ ആദ്യം എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആദ്യം നിങ്ങൾ വരയ്ക്കണം. ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടില്ല, എ ബി സി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. നെക്സ്റ്റ് ഏതാ, പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരച്ചു. ഇനി അതിന് രണ്ട് മീഡിയൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ മീഡിയൻ എ ഡി അല്ലേ, നെക്സ്റ്റ് മീഡിയൻ എന്ന് പറഞ്ഞാൽ പി എം. രണ്ട് മീഡിയൻ വരച്ചു, എ ഡി അതുപോലെ പി എം. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടില്ല, നമ്മൾ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. സെയിം ഫിഗറാണ് 12th ക്വസ്റ്റ്യനിൽ. ഓക്കെ, നൗ വാട്ട് യു നീഡ് ടു ഡു ഈസ് ദ സെയിം തിങ്. അവിടെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എ ബി സി സിമിലർ ടു പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ പി ക്യു ആർ ഇത് രണ്ടും സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടതൊക്കെ സെയിം ആണ് 12th ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെയാണ് ഇവിടെ. എന്താണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. രണ്ടും വളരെ സിമിലർ ആയതുകൊണ്ട് മിക്സപ്പ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്, ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് 12th ക്വസ്റ്റ്യനിൽ 3 സൈഡ്സ് തന്നത് എ ബി എന്ന് പറഞ്ഞ സൈഡും ബി സി എന്ന് പറയുന്ന രണ്ടാമത്തെ സൈഡും പിന്നെ മീഡിയൻ എ ഡി അത് സെയിം റേഷ്യോ ആണെന്നാണ് പറഞ്ഞത്, അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട് അല്ലേ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സൈഡ് ഏതാ, എ ബി എന്ന് പറയുന്ന സൈഡ് തന്നിട്ടുണ്ട്. യുനോ എ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ളത് പി ക്യു എന്ന് പറയുന്ന സൈഡ്. ഈ രണ്ട് സൈഡ്സ് എന്താണ് എടുക്കണം, ആ രണ്ട് സൈഡ്സ് ആണ് കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏതാ കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, എ സി ആൻഡ് ഏതാ പി ആർ. എ സി എന്ന് പറയുന്ന സൈഡ് അല്ലേ, എ സി എന്ന് പറഞ്ഞ സൈഡ് നമുക്കറിയാം ഇതാണ് എ സി എന്ന് പറയുന്ന സൈഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവർ തന്നിട്ടുള്ളത് പി ആർ. അപ്പോൾ നോക്കൂ, 12th ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഈ സൈഡല്ല, ഏതാ തന്നിട്ടുണ്ടായിരുന്നത്, ബി സി അതുപോലെ ക്യു ആർ ആയിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് ഏതാ, എ സി അതുപോലെ ഏതാ പി ആർ ആണ്. സൈഡ് വേറെയാണ് തന്നിട്ടുള്ളത്, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. തേർഡ് സൈഡ് പറഞ്ഞിട്ടുള്ളത് ഏതാ, മീഡിയൻ എ ഡി ആൻഡ് ഓൾസോ പി എം. അത് സെയിം തന്നെയാണ്, സെക്കൻഡ് ക്വസ്റ്റ്യനിലും അത് തന്നെയായിരുന്നു. മീഡിയൻ തന്നിട്ടുണ്ടായിരുന്നത് ഏതാ, എ ഡി പി എം. ഇത് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് മീഡിയൻസും ആണ് കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട് പറയുന്നത്. ഈ 3 സൈഡ്സ് സെയിം റേഷ്യോ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കറസ്പോണ്ടിങ് സൈഡ്സ്, എ ബി പി ക്യു, എ സി പി ആർ, പിന്നെ മീഡിയൻ എ ഡി ആൻഡ് പി എം. ഈ 3 സൈഡ്സും സെയിം റേഷ്യോ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബി സി ക്യു ആർ ആണ് തന്നതെങ്കിൽ ഇവിടെ തന്നത് എ സി പി ആർ ആണ്. അതാണ് ഈ ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് സെയിം തന്നെയാണ്.
ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ, ഇത് രണ്ടും എന്താണെന്ന് പ്രൂവ് ചെയ്യണം, സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുക, അതാണ് ആലോചിക്കുക. അപ്പോൾ നമ്മൾ 12th ക്വസ്റ്റ്യൻ ചെയ്ത പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലത്. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് കുറച്ചും കൂടി സ്റ്റെപ്സ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ ഡി എന്ന് പറയുന്ന മീഡിയൻ അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് അറിയോ? സോ ദാറ്റ് എ ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു ഡി ഇ ആവണ തരത്തിൽ ഈ എ ഡി എന്ന് പറയുന്ന മീഡിയൻ ആദ്യം നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എ ഇ എന്ന് പറഞ്ഞ ലൈനാക്കി മാറ്റി ബൈ കൺസ്ട്രക്ഷൻ കേട്ടോ. ഈ ലൈനോടെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടേക്ക് എത്തിച്ചു? ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിച്ചു. വാട്ട് ഈസ് ദ കണ്ടീഷൻ? സോ ദാറ്റ് എ ഡി ആൻഡ് ഡി ഇ ആർ ഈക്വൽ. ആ രണ്ട് ലെങ്ത്തും എന്താണ്? ഈക്വൽ ആയിരിക്കും വരിക. ഇങ്ങനെയാണ് ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത്. ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പി എം എന്ന് പറഞ്ഞ ലൈനും നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? പി എം ഈസ് ഈക്വൽ ടു എസ് എന്ന് നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ പി എം ഈസ് ഈക്വൽ ടു എം എസ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആവുന്ന തരത്തിലാണ് ഈ എം എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് എസ് വരെ എത്തിച്ചു. അപ്പോൾ നമുക്കൊരു ലൈൻ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഡി എന്ന് ഇയിലേക്ക്, ഇവിടെ എം എന്ന് എസിലേക്ക്. സോ എ ഇ ആൻഡ് പി എസ് വി വിൽ ബി ഗെറ്റിംഗ് 2 ലൈൻസ്. ഇനി നമുക്ക് ഇത് കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് ചെയ്തതാണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ബി ഇ ക്യാൻ ബി ജോയിൻഡ്. അതേപോലെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എസ് എന്ന പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ബി ഇ ആൻഡ് ക്യു എസ് എന്ന് പറയുന്ന രണ്ട് സൈഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 12th ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഡയറക്റ്റ് നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കൺസ്ട്രക്ഷൻ കുറച്ച് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. ബൈ കൺസ്ട്രക്ഷൻ ആണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ ലൈൻ ഇങ്ങോട്ട് ഇ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ നിന്ന് എസ് എന്നുള്ള പോയിന്റിലേക്ക് മീഡിയൻ എക്സ്റ്റെൻഡ് ചെയ്തു. എന്താണ് അതിൻ്റെ കണ്ടീഷൻ? ഈ രണ്ട് സൈഡ്സ് സെയിം ആയിരിക്കും. അതായത് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് എ ഡി ആൻഡ് ഡി ഇ ആർ ഈക്വൽ. ഇത്രയുമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. ഇനി നോക്കൂ, ഞാൻ ചെയ്യാൻ പോണത് എങ്ങനെയാണ് എ ബി സി പി ക്യു ആർ എന്നുള്ള രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുകയാണ്. എ ബി സി അതുപോലെ പി ക്യു ആർ എന്ന രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് അല്ലേ, അത് എഴുതാം. കൺസ്ട്രക്ഷൻ അത് എഴുതണം കേട്ടോ എക്സാമിന്. എന്താ പറയുക? പ്രൊഡ്യൂസ്, എന്താണ് നമ്മൾ ചെയ്തത്? പ്രൊഡ്യൂസ് എ ഡി to AE such a way that AD is equal to DE and PM to PS such that PM is equal to MS. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞ ലൈനിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഏതിലേക്കാ? എ ഇയിലേക്ക്. എന്താണ് കണ്ടീഷൻ? എ ഡി ഡി ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആവുന്ന തരത്തിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണത്. അതായത് ഇവിടെ എത്രയാണോ അത്രയും ലെങ്ത് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഇതേപോലെ തന്നെ പി എമ്മും എം എസും ഈക്വൽ ആവുന്ന തരത്തിലാണ് പി എമ്മിനെ പി എസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൺസ്ട്രക്ഷനായിട്ട് എഴുതാനായിട്ട് പറ്റുക. നെക്സ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് നോക്കൂ കേട്ടോ. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ? വാട്ട് അബൌട്ട് ബി ഡി ആൻഡ് ഡി സി? ആർ ദ ഈക്വൽ? യെസ്. വാട്ട് ഇസ് ദ റീസൺ? ബി ഡി വിൽ ബി ഈക്വൽ ടു ഡി സി അല്ലെങ്കിൽ സി ഡി. വാട്ട് ഇസ് ദ റീസൺ? എ ഡി ഈസ് ദ മീഡിയൻ. നിങ്ങൾക്കറിയാം എ ഡി എന്ന് പറയുന്നത് മീഡിയൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എ ഡി മീഡിയൻ ആണെങ്കിൽ അത് ബി സിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ബി ഡി ഈസ് ഈക്വൽ ടു ഡി സി അല്ലെങ്കിൽ സി ഡി ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു എ ഡി ആൻഡ് ഡി ഇ ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ? എന്താണ് എ ഡി ഈസ് ഈക്വൽ ടു ഡി ഇ എന്ന് പറയാനായിട്ടുള്ള റീസൺ? അത് ബൈ കൺസ്ട്രക്ഷൻ
കൺസ്ട്രക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ എടുത്തത് അല്ലേ. ബൈ കൺസ്ട്രക്ഷൻ വി ക്യാൻ സേ എ ഡി ആൻഡ് ഡി ആർ ഈക്വൽ. ഇത് ഈക്വൽ ആവുന്ന തരത്തിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള എ അല്ലേ. അപ്പോൾ നോക്കൂ, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്നല്ലേ നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക ഈ ഫിഗർ. ഇപ്പോൾ നിങ്ങൾക്ക് എ ബി സി അല്ലെങ്കിൽ ഇ സി എന്ന് പറയുന്നത് ഏത് ഫിഗർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് വിൽ ബി എ പാരലലോഗ്രാം. വൈ ഇറ്റ് ഈസ് എ പാരലലോഗ്രാം? കാരണം നോക്കൂ, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എ ഇ ബി സി എന്ന് പറയുന്ന ഡയഗണൽസ് എന്ത് ചെയ്യണമെന്ന് അർത്ഥം? ബൈസെക്ട് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. സോ നമുക്ക് പറയാൻ പറ്റും എ ഇ ബി സി എന്ന് പറയുന്നത് ഡയഗണൽസ് ആണ്, അത് ബൈസെക്ട് ചെയ്യേണ്ടതെന്നാണ് അർത്ഥം. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഡയഗണൽസ് ബൈസെക്ട് എന്ന് പറയണം. ഡയഗണൽ ബൈസെക്ട് ചെയ്യണ ഫിഗർ ഏതാ? ഏത് ക്വാഡ്രിലാറ്ററലാണ് ഡയഗണൽ ബൈസെക്ട് ചെയ്യുക? ഒരു പാരലലോഗ്രാമിലാണ് അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യണതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി ഇ സി ഈസ് എ പാരലലോഗ്രാം എന്ന് പറയാം. അതിൻ്റെ റീസൺ എന്താ? ഡയഗണൽസ് ബൈസെക്ട്, ദാറ്റ് ഇസ് റീസൺ. ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു അത് എന്തായിരിക്കും? ഒരു പാരലലോഗ്രാം ആണെന്ന്. അപ്പോൾ എ ബി ഇ സി ഒരു പാരലലോഗ്രാം ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി ഇ വിൽ ബി ഈക്വൽ ടു എ സി. ഈ രണ്ട് സൈഡ്സ് എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. എന്താ കാരണം? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു എ സി ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാം ഇതൊരു പാരലലോഗ്രാം ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതാ? ക്യു എസ് ഈസ് ഈക്വൽ ടു പി ആർ. നമുക്കത് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് വാട്ട് ഇറ്റ് ഈസ് QS ഈസ് ഈക്വൽ ടു പി ആർ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്താൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം ഇത് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന്. അപ്പോൾ ഒരു പാർട്ട് പ്രൂവ് ചെയ്താൽ രണ്ടാമത്തെ നമുക്ക് ഡയറക്റ്റ് സിമിലർലി എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയത്? ബി ഇയും എ സിയും ഈക്വൽ ആണെന്നുള്ള റിസൾട്ടാണ് കിട്ടിയത്. ബി ഇ ഈക്വൽ ടു എ സി ആണെന്നല്ലേ. നോക്കുക, നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പോകണമെന്ന് നോക്കുക. വളരെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നോക്കുക, ലിസൺ ടു മീ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോണത് ഇങ്ങനെയാണ്. നമുക്ക് കിട്ടിയ റിസൾട്ട് ഇപ്പോൾ എന്താണ്? ബി ഇ ഈസ് ഈക്വൽ ടു എന്താണ്? എ സി. ഇതാണ് നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് കേട്ടോ. നമ്മൾ പ്രൂവ് ചെയ്ത് നമുക്ക് കിട്ടിയത് ബി ഈസ് ഈക്വൽ ടു എ സി എന്നാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നോക്കുക, ട്രയാങ്കിൾ നമുക്ക് നോക്കാം. എ ബി ഇ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ, അതുപോലെ പി ക്യു എസ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്? കോൺക്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എങ്ങനെയാണ് പ്രൂവ് ചെയ്യണേന്ന് നമുക്കറിയാം. എ ബി അതുപോലെ പി ക്യു ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ എന്ന് അവർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 3 സൈഡ്സ് സെയിം റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുക ക്വസ്റ്റ്യനിൽ. എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു, അടുത്ത ഏതായിരുന്നു? എ സി ബൈ എന്തായിരുന്നു? പി ആർ. ഇത് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതാണ് കേട്ടോ. ഈസ് ഈക്വൽ ടു പിന്നെ ഏതായിരുന്നു? നമ്മുടെ മീഡിയൻ എ ഡി ബൈ പി എം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 3 സൈഡ്സ് സെയിം റേഷ്യോ, ഈക്വൽ എന്നല്ല, 3 സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ എന്നതിന് പകരം എ സിക്ക് ഈക്വൽ ആയിട്ടൊരു ടേം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. എ സിക്ക് ഈക്വൽ ആയിട്ടുള്ള ടേം ഏതാ? ബി ഇ. അപ്പോൾ നമുക്കത് ബി ഇ എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ പി ആർ എന്നതിന് ഈക്വൽ ആയിട്ടൊരു ടേം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. ഏതായിരുന്നു? ക്യു എസ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ പ്രൂവ് ചെയ്തു. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് പി ആർ ആൻഡ് ക്യു എസ് ആർ ഈക്വൽ. അപ്പോൾ പി ആറിന് പകരം ക്യു എസ് എന്ന് കൊടുക്കാം. ഈസ് ഈക്വൽ ടു എ ഡി ബൈ പി എം. അത് അതുപോലെ തന്നെ എഴുതിയിട്ടാ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കൂ, ഇതിന് എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ ചെയ്തത് എ സിക്ക് പകരം ബി ഇ എന്ന് കൊടുത്തു, പി ആറിന് പകരം ക്യു എസ്. ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്, അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതി ബി ഇ ബൈ ക്യു എസ്.
ഇവിടെ എ ഡി ബൈ പി എം എന്നുള്ളതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. നമുക്കറിയാം മുകളിലും അടിയിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഷ്യോ ചേഞ്ച് ചെയ്യില്ല അല്ലേ. സോ ഇറ്റ് വിൽ റിമെയിൻ സെയിം. അപ്പോൾ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വാല്യൂ മാറില്ല, അതുപോലെ തന്നെ നിൽക്കണ്ട. ഇറ്റ് വിൽ റിമെയിൻ സെയിം. സോ വി ഹാവ് എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി ഇ ബൈ ക്യു എസ് ഈസ് ഈക്വൽ ടു 2 എ ഡി എന്ന് പറഞ്ഞാൽ എ ഡിയുടെ ഡബിൾ ആണ് അല്ലേ. എ ഡിയുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ എ ഇ ആണ്. എന്താ കാരണം, ഇത് രണ്ട് ഈക്വൽ അല്ലേ. അപ്പോൾ എ ഡിയുടെ ഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എ ഇ എന്നെടുക്കാം. അതുപോലെ പി എമ്മിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഫിഗർ നോക്കിയാൽ അറിയാം പി എസ് ആണ്. കാരണം പി എമ്മും എസ് എമ്മും ഈക്വൽ ആണ്. അപ്പോൾ പി എമ്മിൻ്റെ ഡബിൾ ആയിട്ട് എന്തെടുക്കാം, നമുക്ക് പി എസ് ആയിട്ട് എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു പി എം പി എസ് എന്ന് എഴുതാം, 2 ഇൻറ്റു എ ഡി എ ഇ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 3 സൈഡ്സ് കിട്ടിയതാ. എ ബി, അടുത്തത് ഏതാ ബി ഇ, അതുപോലെ ഏതാ എ ഇ. ഈ 3 സൈഡ്സും അതുപോലെ ഈ 3 സൈഡ്സും സെയിം റേഷ്യോ ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് അല്ലേ നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എസ് എന്ന് പറയാം. ഏത് ക്രൈറ്റീരിയ നമ്മൾ ഉപയോഗിച്ച്, all the 3 sides are in same ratio. Am I right? So we can say that ABE and also PQS ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്, സിമിലർ ആണെന്ന് പറയാം. എന്താ കാരണം, 3 sides are in the same ratio, SSS criteria. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇത് ആംഗിൾ 1 ആയിട്ട് എടുക്കാം, ഇത് ആംഗിൾ 2 ആയിട്ട് എടുക്കാം. ഈ ഹാഫ് ഓഫ് ദ ആംഗിൾ കേട്ടോ, അല്ലെങ്കിൽ ആ സൈഡിൽ വരുന്ന ആംഗിൾ. അപ്പോൾ ആംഗിൾ 1 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 2. എന്താണ് കാരണം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് ആംഗിൾ 1, ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ് ആംഗിൾ 2. ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് രണ്ടും എന്താണ്, ഈക്വൽ ആണെന്ന് കിട്ടി. നോക്കൂ, ഇപ്പോൾ 1, 2 എന്നത് ഈക്വൽ ആണെന്ന് കിട്ടിയതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ 3 ആണെന്ന് വിചാരിച്ചോ, ഈ ഒരു ആംഗിൾ 4 ആണെന്ന് വിചാരിച്ചോ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ്, ഡയറക്റ്റ് എഴുതാം അല്ലേ. ഒരു പാർട്ട് പ്രൂവ് ചെയ്താൽ നമുക്ക് അടുത്തത് ഡയറക്റ്റ് എഴുതാം. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു എന്താ, ആംഗിൾ 4. ആംഗിൾ 3യും ആംഗിൾ 4ഉം ഈക്വൽ ആണെന്ന് ഇതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് പറഞ്ഞാൽ മതി. 1ഉം 2ഉം ഈക്വൽ ആണെങ്കിൽ 3യും 4ഉം എന്തായിരിക്കും, ഈക്വൽ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. ആ ഇക്വേഷൻസ് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. നോക്കൂ കേട്ടോ, ആദ്യം ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡ്സ് നമ്മൾ ആഡ് ചെയ്താൽ ആംഗിൾ 2 പ്ലസ് എന്തായിരിക്കും വരിക, ആംഗിൾ 4 അല്ലേ. 1ഉം 3യും ആഡ് ചെയ്താൽ 2ഉം 4ഉം ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ആഡ് ചെയ്തു, റൈറ്റ് ഹാൻഡ് സൈഡ്സ് ആഡ് ചെയ്തു. നമുക്കറിയാം 2 ടേംസ് ആർ ഈക്വൽ, ദെൻ ദെയർ സം വിൽ ബി ഓൾസോ ഈക്വൽ. ആ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ എ ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പേര് പറയുകയാണെങ്കിൽ BAC എന്ന് പറയാം. ഈ ആംഗിൾ കേട്ടോ, BAC. 1ഉം 3യും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ആംഗിൾ അല്ലേ കിട്ടുക, അതിനെന്താ പറയുക, BAC ഈസ് ഈക്വൽ ടു 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ ആണ് അല്ലേ. ആ ആംഗിളിന് എന്ത് പറയാം, QPR എന്ന് പറയാം. ടോട്ടൽ ആംഗിളിനെ P എന്ന് പറയാം, അല്ലെങ്കിൽ QPR എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ ആംഗിൾ എയും അവിടെ ടോട്ടൽ ആംഗിൾ P ആണ് കിട്ടുക. അതിന് വേണമെങ്കിൽ BAC QPR എന്ന് പറയാം. ഇപ്പോൾ നോക്കൂ, ഒരു ആംഗിൾ നമുക്ക് ടോട്ടൽ ആംഗിൾ, അതായത് ആംഗിൾ എയും ആംഗിൾ Pയും ഈക്വൽ ആണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നോക്കുക നല്ലോണം കേട്ടോ. ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് താഴേക്ക് വരയ്ക്കാം മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ രണ്ട് ട്രയാങ്കിൾ. നിങ്ങൾ നല്ലോണം ആലോചിച്ച് നോക്കുക. ഇത് ABC, ഇതെന്തായിരുന്നു, PQR. ഇതിൽ ഈ ആംഗിൾസ് ആണ് നമുക്കിപ്പോൾ ഈക്വൽ ആണെന്ന് കിട്ടിയത് കേട്ടോ. ആംഗിൾ BAC, ആംഗിൾ QPR എന്ന് പറഞ്ഞ ഈ ടോട്ടൽ ആംഗിൾസ് കേട്ടോ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ 3 സൈഡ്സ് സെയിം റേഷ്യോ എന്ന് പറയേണ്ടത് ഏതൊക്കെ സൈഡ്സ് ആണെന്ന് അറിയോ, AB ബൈ എന്തായിരുന്നു അവിടെ, PQ. അപ്പുറത്ത് ഏതായിരുന്നു പിന്നെ പറഞ്ഞേ, AC ബൈ PR. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ സൈഡ്സ്. അതുപോലെ ഏതാ, AD ബൈ ഏതായിരുന്നു, PM. ഈ 3 സൈഡ്സ് ആണ് സെയിം റേഷ്യോ എന്ന് നമുക്ക് തന്നിട്ടുള്ളത്.
എ ഡി ബൈ പി എം എന്നുള്ളത് എടുക്കണ്ട, ബാക്കി രണ്ട് സൈഡ്സ് എടുത്ത് നോക്കി. എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓൾറെഡി അല്ലേ. എന്ന് പറഞ്ഞാൽ എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ. ഈ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആണ്. വിച്ച് മീൻസ് ദാറ്റ് ടു പെയർസ് ഓഫ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഇൻ ബിറ്റ്വീൻ ദ ആംഗിൾ ഇൻ ബിറ്റ്വീൻ ദം ആർ ഓൾസോ ഈക്വൽ. ഈ ആംഗിൾ ഈക്വൽ ആ, ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ. അപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? എസ് എ എസ്. ആംഗിൾ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു കേട്ടോ ഈക്വൽ ആണെന്ന്. ഇപ്പോൾ ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയാം. ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ്? എസ് എ എസ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഏതൊക്കെ ട്രയാങ്കിളാണ്? എ ബി സി അതുപോലെ പി ക്യു ആർ. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. നോക്കൂ, ഒരല്പം വിഷമമുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയാം ഈ ചാപ്റ്ററിൽ. അങ്ങനെ ഒരു പ്രോബ്ലം ആണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം. എ ഡിന്ന് ഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ ആദ്യം ഇവിടെ ഒരു എക്സ്റ്റൻഷൻ വേണം. എ ഡി എന്നുള്ളത് എ ഇ ആക്കണം. എങ്ങനെയാണ് ആക്കണത്? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആവണ തരത്തിൽ അല്ലേ. അതുപോലെ പി എം എം എസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. സോ ദാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പി എം ഈസ് ഈക്വൽ ടു എം എസ്. അങ്ങനെയാണ്, അത് കൺസ്ട്രക്ഷൻ ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. പിന്നെ ഈ രണ്ട് ലൈൻസ് ഇവിടെ ജോയിൻ ചെയ്യണം. അങ്ങനെ അത് കൺസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ആദ്യം ചെയ്തത് എന്താ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡ്സ് ഈക്വലാ, അപ്പോൾ എന്താ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. സോ ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു പാരലലോഗ്രാം ആണെന്ന് പറയാം. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവും. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണ്. ഇനി ഈ എ ഡിയുടെ ഡബിൾ ആണ് എ ഇ, അതുപോലെ പി എമ്മിൻ്റെ ഡബിൾ ആണ് പി എസ്. അപ്പോൾ ആ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആയി. ബി ഇ എന്ന് പറയുന്നത് എ സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ എ സിക്ക് പകരം ബി ഇ എന്ന് എഴുതി, അതുപോലെ ക്യു എസിന് പകരം പി ആർ എന്ന് എഴുതി. അങ്ങനെ നമ്മൾ മൂന്ന് സൈഡ്സും എന്താണ്? സെയിം റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്ത് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ 1ഉം 2ഉം ഈക്വൽ ആയിട്ട് കിട്ടും. നോക്ക്, ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ സ്റ്റെപ്സ് മുഴുവൻ നമ്മൾ ചെയ്തത്. ഈ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1ഉം 2ഉം ഈക്വൽ ആയ പോലെ തന്നെ 3ഉം 4ഉം ഈക്വൽ ആവും. ബൈ സിമിലാരിറ്റി സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് 3 and 4 ആർ ഈക്വൽ. അത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട ആംഗിൾ കിട്ടിയത് ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണെന്ന് കിട്ടി. രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കൂ, ഈ രണ്ട് സൈഡ്സ് ഓൾറെഡി സെയിം റേഷ്യോ ആണ്. അതിൻ്റെ ഇടയിൽ ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എസ് എ എസ് ഉപയോഗിച്ച് രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം. നല്ലോണം പ്രാക്ടീസ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നന്നായി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നന്നായി പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. റിമൈനിങ് ക്വസ്റ്റ്യൻ വി ക്യാൻ ഡു ഇറ്റ് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. Don't forget to subscribe.